കോഴിക്കോട് ഇപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും ഇഡി എത്തിയിട്ടുണ്ട്. അവിടെയും റെയ്ഡ് പരിശോധനയൊക്കെ നടക്കുകയാണ്. അവിടെ നിന്ന് ദീപക് ധർമ്മടം തത്സമയം ചേരുന്നു. ദീപക്, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? SKN മുഹമ്മദ് റിയാസിൻ്റെ വീടെന്ന് പറയുമ്പോൾ PM അബ്ദുൾ ഖാദർ IPS, അതായത് മുൻ ജില്ലാ പോലീസ് സൂപ്രണ്ടാണ്, SP ആണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് വീട്. ആ വീട്ടിൽ തന്നെയാണ് മുഹമ്മദ് റിയാസ് താമസിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ ഇതാ കാണാം. തത്സമയം അവിടെ CISFൻ്റെ ഉദ്യോഗസ്ഥർ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അകത്താണ് റെയ്ഡ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ EDയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് 12 കേന്ദ്രങ്ങളിലാണ് SKN റെയ്ഡ് നടക്കുന്നത്. അതിൽ എക്സാലോജിക്, CMRL, അതുപോലെ നിപുണ, ഈ 3 കമ്പനികളുടെ കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, കർണാടകത്തിലെ വിവിധ കേന്ദ്രങ്ങൾ. കോഴിക്കോട് തന്നെ 1 കേന്ദ്രം, അതുപോലെ തിരുവനന്തപുരത്ത് 2 കേന്ദ്രങ്ങൾ, ബംഗളൂരു, കൊച്ചി, ഇത്രയും കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. അപ്പോൾ ED പറയുന്നത് 12 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ 2 പേരെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഒന്ന് വീണയെ, അതുപോലെ മറ്റൊന്ന് സരനെ. ഇങ്ങനെ 2 പേരെ ED ചോദ്യം ചെയ്യുകയാണെന്നും ED ഔദ്യോഗികമായി തന്നെ കൺഫേം ചെയ്യുന്നുണ്ട്. SKN. ഓക്കെ, ഇപ്പോൾ മുൻ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും ED എത്തിയിട്ടുണ്ട്. ഈ മുഹമ്മദ് റിയാസിൻ്റെ വീട് ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ് നടക്കുകയാണ്. 1.72 കോടി രൂപ വീണ വിജയൻ്റെ കമ്പനിക്ക് CMRL നൽകിയെന്നാണ് EDക്ക് ലഭിച്ച പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെയും കർണാടകത്തിലെയും 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡുമായി മുന്നോട്ട് പോകുന്നത്. അല്പസമയത്തിനകം ശ്രീജിത്ത് തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീടിന് മുന്നിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂരിലെ അദ്ദേഹത്തിൻ്റെ വീട്, കണ്ണൂരിലെ പിണറായി വിജയൻ്റെ സ്വന്തം വീട്, പിണറായിയിലെ വസതി തുറന്നു കൊടുക്കാൻ ED സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ വീട് തുറന്നു കൊടുക്കാനുള്ള നടപടി ആരംഭിച്ചു. അവിടെ ED ഉദ്യോഗസ്ഥന്മാർ കാത്തു നിൽക്കുകയാണ് വീട് തുറന്നു കിട്ടുന്നതിന് വേണ്ടി. കർണാടകത്തിലെ ബംഗളൂരുവിലും ED ഉദ്യോഗസ്ഥന്മാർ എത്തിയിട്ടുണ്ട്. ഒരുപാട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ എക്സാലോജിക്കും അതുപോലെ ഈ CMRL കമ്പനിയും പണം നൽകിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള പരാതികൾ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കൊച്ചിയിലും അതുപോലെ ബാംഗ്ലൂരിലും തിരുവനന്തപുരത്തുമൊക്കെ ED 12 ഇടങ്ങളിൽ ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ ഉദ്യോഗസ്ഥർ റെയ്ഡുമായി എത്തി. കേരളത്തിലെ പോലീസിനെയോ സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ ഒന്നും അറിയിക്കാതെ അതീവ രഹസ്യമായിട്ട്, അതീവ നാടകീയമായിട്ടാണ് ED ഉദ്യോഗസ്ഥന്മാർ പിണറായി വിജയൻ്റെ വീട്ടിൽ എത്തിയതും അതുപോലെ കോഴിക്കോട് മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലെത്തിയതും. മുഹമ്മദ് റിയാസിൻ്റെ വീടാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ബേക്കറി ജംഗ്ഷനിലെ വസതിയും നിങ്ങൾക്ക് കാണാൻ കഴിയും. കൊച്ചിയിലെ ആലുവയിലെ CMRL ഓഫീസിൻ്റെ നടുവിൽ കാണുന്ന കൊച്ചിയിലെ ആലുവയിലെ CMRLൻ്റെ ഓഫീസാണ്. ഏറ്റവും ഈ സ്ക്രീനിൻ്റെ ഏറ്റവും വലതുഭാഗത്തായി കാണുന്ന റിയാസിൻ്റെ വീടാണ്. അതുപോലെ ഏറ്റവും ഇടതുഭാഗത്ത്, ഇപ്പോൾ പ്രേക്ഷകർ നിൽക്കുന്നതിൻ്റെ ഇടതുഭാഗത്ത് കാണാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ അടുത്തിടെ എടുത്ത വാടക വീടാണ് ഇത്. ബേക്കറി ജംഗ്ഷനിലെ വത്സ നഴ്സിംഗ് ഹോമിൻ്റെ അടുത്തുള്ള വാടക വീടാണ് ഇത്. നമുക്കിപ്പം ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്തായ, ബേക്കറി ജംഗ്ഷനിൽ നിന്ന് അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് മറ്റെന്തെങ്കിലും വിവരം നമുക്ക് ലഭിച്ചോ? അതീവ രഹസ്യമായിട്ടാണല്ലോ EDയുടെ ഈ റെയ്ഡ് തീരുമാനം. SKN രാവിലെ 6 മണിക്കാണ് സെൻട്രൽ റിസർവ് പോലീസ് CRPF പോലീസ് സേനയുടെ സഹായത്തോടെയുള്ള സുരക്ഷയിൽ ED ഉദ്യോഗസ്ഥർ ബേക്കർ ജംഗ്ഷനിലെ പിണറായിയുടെ വാടക വീട്ടിൽ എത്തിയത്. 6 മണിക്ക് തന്നെ പോലീസ് സേനയുടെ ഈ CRPF പോലീസുകാരെ ഇവിടെ കണ്ടതായി സമീപവാസികൾ നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റെയ്ഡ് ഏതാണ്ട് 2 മണിക്കൂർ പിന്നിട്ടു, പരിശോധന 2 മണിക്കൂർ പിന്നിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. പിണറായി വിജയനും ഭാര്യ കമലയും മകൾ വീണ വിജയനും ചെറുമകൻ ഇഷാനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. രാവിലെ പിണറായിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് സുനീഷും ദിവാകരൻ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വന്നിരുന്നു. എന്നാൽ അവർക്കാർക്കും അകത്തേക്ക് കയറാൻ സാധിച്ചിട്ടില്ല. പിണറായി രാവിലെ എഴുന്നേറ്റിരിക്കുന്ന സമയത്താണ് ഈ ED സംഘം ഇവിടെ പരിശോധനയ്ക്കായി എത്തുന്നത്. പിന്നീടാണ് മകൾ വീണ വിജയനെ ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ടുള്ള ശ്രമം ED ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ഇതിനോടൊപ്പം തന്നെ പിണറായിയിലെ വെണ്ടുട്ടായിലെ വസതിയിലും ED സംഘം എത്തിയിട്ടുണ്ട്. അവിടെ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. രാത്രി അവിടെ ഒരാൾ, പിണറായിയുടെ ഒരു പരിചയക്കാരൻ അവിടെ വന്ന് രാത്രി കാവലെന്നോണം കിടക്കുക മാത്രമാണ് ചെയ്യുന്നത്. മറ്റുള്ള ആളുകളെ
മറ്റാരും അവിടെ ഇല്ല. അപ്പോൾ വീട് തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ പൂട്ട് പൊളിച്ച് തങ്ങൾക്കകത്ത് കയറേണ്ടി വരുമെന്ന കാര്യം ഈ ED ഉദ്യോഗസ്ഥർ ഈ പിണറായിയുടെ ബന്ധുക്കളെയും മറ്റും അറിയിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വീട് തുറന്നു കൊടുക്കാനുള്ള നടപടികൾ ഈ അവിടെ സമീപവാസിയായ നാണു എന്ന ആൾക്ക് വഴി താക്കോൽ കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അവർ പൊളിച്ചു കയറുമെന്നടക്കം പറയുന്നുണ്ട് എന്നാണ് നമുക്ക് ബന്ധുക്കളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം. എന്തായാലും പരിശോധന നടക്കുന്നു. 12 കേന്ദ്രങ്ങൾ ഒരേ സമയം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു. വീണ വിജയനെയും CMRLന്റെ തലപ്പത്തുള്ള ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്തയുമാണ് ചോദ്യം ചെയ്യുന്നത്. എന്തായാലും ഇതുവരെ ആരും പുറത്തേക്ക് വന്നിട്ടില്ല. CRPFന്റെ വനിതാ ഉദ്യോഗസ്ഥരടക്കം ഈ വീടിന് പുറത്ത് കാവലുണ്ട്. വിവരമറിഞ്ഞ് മ്യൂസിയം പോലീസ് അപ്പം 8 മണിക്ക് ശേഷം ഇവിടെ എത്തി. അവർക്കും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. മ്യൂസിയം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘം ഇവിടെ പുറത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയായതുകൊണ്ട് തന്നെ പോലീസിന് കാവലുള്ള വീടാണിത്. എങ്കിലും കേരള പോലീസുമായി ബന്ധപ്പെട്ട് ഇതിന് അറിയിപ്പോ അല്ലെങ്കിൽ മറ്റ് ഒരു തരത്തിലുള്ള ഇടപെടലോ ഈ ED സംഘം ആവശ്യപ്പെടുന്നില്ല. അവർ കേന്ദ്രസേനയുമായിട്ടാണ് ഈ വീട്ടിൽ പരിശോധനയ്ക്കായി എത്തിയിരിക്കുന്നത്. SK. ഓക്കെ, ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി ചേർന്ന്. കോഴിക്കോട് മുൻ മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ഇപ്പോൾ റെയ്ഡ് നടക്കുന്നു എന്നാണ് വിവരം. എന്തായാലും CMRL കോടതിയിൽ വാദിച്ചെന്ന് ഇരട്ട അന്വേഷണം പാടില്ല എന്നായിരുന്നു. എന്നാൽ ഇന്നലെ വിധി വന്നത് ഈ അന്വേഷണം ആകാം എന്നായിരുന്നു. കോടതി വിധി വന്നതോടെയാണ് EDക്ക് കടമ്പകൾ മാറ്റിക്കിട്ടിയത്. അതോടെയാണ് അവർ നീക്കവുമായി, അതായത് ഇന്ന് രാവിലെ തന്നെ അതിരാവിലെ തന്നെ ഈ 12 കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്യാനുള്ള തീരുമാനമായി കേന്ദ്രസേനയുടെ സഹായത്തോടെ അവിടെ എത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തിലെ പോലീസിനെയോ ഇന്റലിജൻസിനെയോ സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ ഒന്നും അവരെ അറിയിച്ചില്ല എന്ന് മാത്രമല്ല, റെയ്ഡ് നടക്കുന്ന കേന്ദ്രങ്ങളിലൊന്നും പോലീസിനെ അവർ എൻ്റർടൈൻ ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ CMRLന്റെ ഡയറക്ടർ ശരൺ എസ് കർത്തയെയും ED ചോദ്യം ചെയ്യുകയാണ്. എത്രയോ കാലമായി CMRLുമായി ബന്ധപ്പെട്ട ഈ വിവാദം കേരള രാഷ്ട്രീയത്തിൽ കത്തി നിൽക്കുകയായിരുന്നു. എന്തായാലും പിണറായിലുള്ള സ്വന്തം വസതി, ആ വീട് അടഞ്ഞു കിടക്കുകയാണ്. ആ വീടും തുറന്നു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ പൂട്ടുപൊളിച്ച് തങ്ങൾക്കകത്ത് കയറേണ്ടി വരും എന്ന രീതിയിലുള്ള സൂചനയും ED ഉദ്യോഗസ്ഥന്മാർ നൽകിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.